വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മാർക്കറ്റ് സഞ്ചാരി. ഞാൻ തിരിച്ചിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സെയിൽസിനിട്ട് എല്ലാ കാറുകളും നാട്ടിലുള്ള എല്ലാ കാറുകളും സെയിലായിട്ടുണ്ട്. അപ്പം അതേപോലെ നിങ്ങൾക്ക് ഇനി എടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾ കുറച്ച് കാലത്തേന് ഡൽഹി തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളൊരു വീട്ടിൽ പോയിട്ട് ഒരു വണ്ടി ഇപ്പം വന്ന വഴിക്ക് തന്നെ നമ്മൾ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് വരുന്നത് 2017 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇന്നോവ ക്രിസ്റ്റ 2.8 ആണ്. 2.8 ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ 2016 ഡിസംബർ ആണ്. 2017 രജിസ്റ്ററും ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് വരുന്ന BG ആണ്. എല്ലാ ഗ്ലാസും ഒറിജിനൽ, അതായത് ഇവിടെ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നമുക്ക് ഡോറ് തന്നെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതൊക്കെ ഡോറൊക്കെ വരുന്ന ഒറിജിനൽ. അതേപോലെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ച് വരാനുള്ള വ്യക്തിയുടെ വണ്ടിയാണ്. അപ്പോൾ വളരെ നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ക്രാച്ച്ലെസ്, അതായത് ഈ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതായത് സ്ക്രാച്ച്ലെസ് ആണ്. അത്ര നീറ്റായിട്ടുള്ള വണ്ടിയാണ് വരുന്നത്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ ഒറിജിനൽ ഗ്ലാസ്, ഒറിജിനൽ ഡോറുമാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയറിലാണ് നോക്കിയാൽ അത്ര നീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് 7 സീറ്റർ വണ്ടിയാണ്. 4 സീറ്റ്, അത് ക്യാപ്റ്റൻ സീറ്റ് അടക്കമാണ് വരുന്നത്. അതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ നല്ല നീറ്റായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിക്കി സൈഡിലേക്ക് വരുവാണെങ്കിലും ഇവിടെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്, കമ്പനിയുടെ അല്ല, എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പം ഈ സൈഡിലും ആ സൈഡിലും ഉണ്ട്, എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബമ്പർ കാര്യങ്ങളൊക്കെ നീറ്റാണ്. ഇപ്പം അതായത് ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ, അതായത് ചെറിയ ടച്ചപ്പ് പെയിൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ബാക്കി ഇവിടെ ഒന്നും പെയിൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ഡോറ്, ഈ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ്. ഇതാണ് വരുന്നത്. ഈ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് ഒറിജിനലാണ് വരുന്നത്, ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതായത് ചെറിയ കളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുണ്ടോ, ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണുന്നത് എന്താ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമല്ല, പൊടിയാണ്. ഇതാണ് പൊടിയാണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റായിട്ട് സ്ക്രാച്ച്ലെസ് വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരിക, പിന്നെ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 70+ ടയേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഗ്ലാസും ഇതിൻ്റെ ബോണറ്റും ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. ഇതിന് മേജറായിട്ട് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്ര നീറ്റായിട്ട്, അതായത് ഉൾക്കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടാണ് വണ്ടി വന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ഇനി പിന്നെ നിങ്ങൾ മീറ്റർ കാണിക്കാം. മീറ്റർ വരുന്നത് 1,51,000 കിലോമീറ്ററാണ്. 1,51,972 കിലോമീറ്ററാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതായത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റിംഗ് ആണെങ്കിലും ഇത് സീറ്റിംഗ് ഒക്കെ വരുന്നത് അതായത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എൻജിൻ റൂം ഇതാണ്. എൻജിൻ റൂം വരുന്നത്. ഇത് എൻജിൻ റൂം. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ചേഞ്ചാണ്. ബാക്കി എല്ലാ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. അതായത് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ആപ്രോൺ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, അത്ര നീറ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ ഇത് മുകളിൽ നോക്കുമ്പോൾ ഇവരുടെ മുകളിൽ നിന്ന് എന്തോ സാധനം വീണ് ഗ്ലാസ് പൊട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മളെ വണ്ടിയുടെ കണ്ടീഷൻ വരുന്നത്. പിന്നെ 1,51,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പം ഇത് 2017 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. പ്രൈസ് വരുന്നത് 13,20,000 രൂപ ഫിക്സഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇത് സെയിലെന്ന് പറഞ്ഞ് വിടും. അത് ആരെങ്കിലും വിളിച്ച്, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ട് മാത്രം അഡ്വാൻസ് ഇടുക. ചിലവർ നമുക്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ചെയ്ത് തന്നു. ഇത് കഴിഞ്ഞ വർഷം 2 അഡ്വാൻസ് ഒന്നിച്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഒരാളെ മടക്കി അയക്കേണ്ടി വന്നു. അപ്പം നിങ്ങൾക്ക് അതേപോലെ അഡ്വാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ സെയിം നമ്പറാണ് 7034501503. അതിൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഇത് നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ ഫെസിലിറ്റി ഉണ്ട്. നമ്മളെ സ്റ്റാഫ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടെയ്നറാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ച് അത് ഇൻഫോം ചെയ്താൽ മതി ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അപ്പം ഇതിൻ്റെ റേറ്റ് പറഞ്ഞ കാര്യങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ വണ്ടി കൊണ്ട് കാണിക്കുന്നതാണ്. അപ്പം വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ തന്നെ വണ്ടി കിട്ടുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ക്ലീനോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാഷും കൂടെ കഴിഞ്ഞാൽ കിടിലം വണ്ടി. അതായത് ഇതുണ്ട്, ഇതൊക്കെ പൊടിയാണ് ഇരിക്കുന്നത്. അല്ലാതെ ഇത്
എല്ലാം ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിട്ടിലും കുത്തപ്പം വണ്ടിയാണ്. അപ്പം ഇതേപോലത്തുള്ള പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.